ഒരു നോമ്പ് കാലം കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിയാൽ പലപ്പോഴും നമുക്ക് തോന്നും നോമ്പ് കാലമാകുമ്പോൾ നമ്മളെല്ലാം ഇച്ചിരി ഭക്തിയൊക്കെ കൂട്ടുന്ന ഒരു സമയമാണ്. മഴക്കാലത്ത് കുട പിടിക്കുന്നത് പോലെ, വേനൽക്കാലത്ത് ഫാൻ ഇടുന്നത് പോലെ, നോമ്പ് കാലത്ത് ഭക്തി കൂടുന്ന ഒരു സീസണായിട്ടാണോ നോമ്പ് കാലം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്? അതോ നോമ്പ് കാലം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം എൻ്റെ ആത്മീയ ജീവിതത്തിലും എൻ്റെ ഭൗതിക ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലും എൻ്റെ സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു രൂപാന്തരം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ എന്തിനാണ് നോമ്പ് എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം നമുക്ക് പറയാൻ അറിയാതെ വരും. നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവായ സാത്താന് നേരെയുള്ള തോൽക്കാത്ത ആയുധവുമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്തിനായിരുന്നു പിതാക്കന്മാർ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത്? അവർ ശക്തിയെ പുതുക്കുവാൻ വേണ്ടിയായിരുന്നു ഓരോ കാലത്തും നോമ്പ് അനുഷ്ഠിച്ചിരുന്നത്. പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നില്ലേ? കാലത്തോട് കാലം കൂടുമ്പോൾ പ്രകൃതിയിലുള്ള മരത്തിലെ പഴുത്ത ഇലകളെ അത് പൊഴിച്ചു കളഞ്ഞിട്ട് പുതിയ ഇലകൾക്ക് വേണ്ടി നോക്കിപ്പാർത്തിരിക്കുകയും മഴ അതിന്മേൽ പൊഴിയുമ്പോൾ പുതിയ ഇലകളെ പൊഴിക്കുന്നതുമൊക്കെ നമ്മൾ ഓരോരുത്തരും കാണുന്നതാണ്. ഈ പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. അല്ലയോ ഭക്തനായ മനുഷ്യ, നിന്നിലെ പഴുപ്പിനെ നിന്നോട് തന്നെയൊന്ന് നീ ചോദന ചെയ്തിട്ട് അതിനൊന്ന് ഒരു പുതുക്കവും രൂപാന്തരവും നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകാൻ നോമ്പുകാലം പ്രയോജനമായി തീരട്ടെ. അപ്പോൾ ഒരു മറു ചോദ്യമുണ്ട്, ഈ തിരക്കുള്ള കാലത്ത് നോമ്പിൻ്റെ ആവശ്യമുണ്ടോ? പ്രാർത്ഥിച്ചാലും പോരെ. അതാണ് പിതാക്കന്മാർ പറയുന്നത്, പ്രാർത്ഥനയാൽ നാം ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുന്നുവെങ്കിൽ നോമ്പും ഉപവാസവുമാകുന്ന 2 ചിറകുകൾ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് പറന്നുയരാമെന്നാണ് നോമ്പിൻ്റെ നമസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചക ശബ്ദം പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവരോ അവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും, അവർ ക്ഷീണിച്ചു പോകാതെ ഓടുകയും മടുത്തു പോകാതെ നടക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലുമൊക്കെ ശക്തിയെ പുതുക്കേണ്ടത് ആവശ്യകതയാണെന്ന് പരിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഞാനും നിങ്ങളുമൊക്കെ നോമ്പുകാരാ. നമ്മുടെ നോമ്പ് ദൈവസന്നിധിയിൽ പ്രീതി ഉള്ളതല്ല എങ്കിൽ എന്താ നോമ്പ് കൊണ്ട് പ്രയോജനം? നോമ്പുകാരാ, നിന്റെ നോമ്പ് ദൈവസന്നിധിയിൽ പ്രീതി ഉള്ളതല്ല എങ്കിൽ നീ പണിയുകയും പൊളിച്ചു കളയുകയും ചെയ്യുന്നവനോട് സമനാണെന്ന് നമ്മൾ നോമ്പിൻ്റെ നമസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനത്തെ നോമ്പിനെയാണ് ദൈവമായ കർത്താവ് പ്രീതിപ്പെട്ട് സ്വീകരിക്കുന്നത്? വീണ്ടും നമ്മൾ നമസ്കാരങ്ങളിൽ പിതാക്കന്മാർ പഠിപ്പിക്കുക, നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും നോമ്പിനെ കൈക്കൊണ്ടവനായ മശിഹ, നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും നോമ്പിനെ കൈക്കൊണ്ട കർത്താവാണ് നമ്മുടെ ഓരോരുത്തരുടെയും. അപ്പം നമ്മൾ പറയും, കുഴപ്പമൊന്നുമില്ല, ഇത്രയും നാൾ ഞാൻ നോക്കിയതുപോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് നോക്കി പോകാം എന്ന് പറഞ്ഞാൽ നോമ്പ് കൊണ്ട് എന്താണ് കിട്ടുന്നതെന്ന് ഇന്ന് ഉച്ചയുടെ നമസ്കാരം നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഇന്നത്തെ 6-ാം മണി നമസ്കാരം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, വെടിപ്പോടെ നോമ്പ് അനുഷ്ഠിക്കുന്നവൻ്റെ തലമുറ മാലാഖമാരോടൊപ്പം കലർത്തപ്പെട്ടിരിക്കുന്നു എന്ന്. തലമുറകളാണ് നമ്മുടെ ഏറ്റവും വലിയ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമുക്കെല്ലാം ഏറ്റവും വലിയ കാര്യം എന്ത് തന്നെയാ? തലമുറകൾ തന്നെയാ. നമ്മൾ ഏറ്റവും കൂടുതൽ കരയുന്ന ആർക്ക് വേണ്ടിയാ? തലമുറകൾക്ക് വേണ്ടിയാണ്. വെടിപ്പോടെ നോമ്പ് നോക്കുന്നവൻ്റെ തലമുറ മാലാഖമാരുടെ സംഘത്തോടൊപ്പം കലർന്നിരിക്കുന്നു. പിന്നെ അങ്ങോട്ട് നോക്കണ്ട, അവന് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ശക്തന്മാരായ ദൂതന്മാരുണ്ടാകും. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നോമ്പനുഷ്ഠിച്ച നീതിമാന്മാരായ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. മെറ്റീരിയലിസ്റ്റിക്കായി ഈ ലോകത്തിൽ അങ്ങനെയുള്ള ആവശ്യങ്ങളല്ല നോമ്പിൻ്റെ പരമമായ ഉദ്ദേശം. ഒരു ചെത്തിവെടിപ്പാക്കൽ, ഒരു ഉടച്ചു വാർക്കൽ, ഒരു ആത്മശോധന. ഇറ്റ്സ് എ ടൈം ഓഫ് റിന്യൂവൽ ആണ്, ഒരു പുതുക്കത്തിൻ്റെ. ഇറ്റ്സ് എ ടൈം ഓഫ് റിപ്പൻറ്റൻസ്, ഒരു അനുതാപത്തിൻ്റെ. ഇറ്റ്സ് എ ടൈം ഓഫ് ഒരു റീഡെഡിക്കേഷൻ. ഇതൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ നോമ്പ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മളെ തന്നെ ഒന്ന് റീഡെഡിക്കേറ്റ് ചെയ്യാൻ, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തൊന്ന് പുതുക്കി ഒന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ മാനസാന്തരമല്ല ആവശ്യം. കാരണം കാലങ്ങളായിട്ട് നമ്മൾ എന്ത് പെട്ടോണ്ടേയിരിക്കുക? എല്ലാ നോമ്പിലും നമ്മൾ എന്ത് പെട്ടോണ്ടേയിരിക്കുക?
മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുക. മാനസാന്തരമല്ല ഇനി നമുക്ക് വേണ്ടത്, നമുക്കൊരു രൂപാന്തരമാണ് വേണ്ടത്. അതാണ് മോശ 40 ദിവസം നോമ്പ് നോറ്റിട്ട് ദൈവത്തിൻ്റെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത വിധം മോശയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലത്തിൽ ഞാൻ നോമ്പ് നോക്കിയിട്ട് എൻ്റെ മുഖത്തിന് സൂര്യൻ്റെ തേജസ് ഉണ്ടായില്ലെങ്കിൽ എൻ്റെ നോമ്പിൽ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യണം. അവൻ അങ്ങനെ ഒരു രൂപാന്തര അവസ്ഥയിലുണ്ടായി, ആ ഒരു പ്രകാശത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അവൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതിയ കൽഫലകമുണ്ടായിരുന്നു. ഞാനും നിങ്ങളും നോമ്പ് നോക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ മാംസളമായ ഹൃദയത്തിൽ എഴുതി സൂക്ഷിക്കണം. മാംസളമായ ഹൃദയത്തിൽ എഴുതി സൂക്ഷിക്കണം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 3-ാം അധ്യായം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രമാകുന്നു. നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രമാണ്. സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ക്രിസ്തുവിൻ്റെ പത്രം നിങ്ങൾ തന്നെ. മഷി കൊണ്ടല്ല, ആത്മാവ് കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നു. കൽഫലകങ്ങളിലല്ല, മാംസളമായ പലകയിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്. മാംസളമായ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ എഴുതി അതിനെ ആവർത്തിച്ചു ജീവിക്കുവാൻ ഒരു ഭക്തന് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും നോമ്പ് ദൈവസന്നിധിയിൽ പ്രീതിയുള്ളതായി മാറുന്നത്. രണ്ടാമത് നമുക്ക് കാണാം, ഏലിയാവ് നോമ്പ് നോറ്റു. ആകാശത്തിൽ നിന്ന് അഗ്നിരഥം ഇറങ്ങി വന്ന് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തു. എന്നാൽ എൻ്റെ പല പ്രാർത്ഥനകളും സ്വർഗത്തിലെത്താതെ എവിടെയോ ഉടക്കിക്കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നാറില്ലേ? നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തി. പലപ്പോഴും പർവ്വതത്തിൻ്റെ ഉയരത്തിനൊത്തവണ്ണമേ പോകുന്നുള്ളൂ, അതിന് മുകളിലേക്ക് പലപ്പോഴും പോകുന്നില്ല. ഏലിയാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് രഥം ഇറങ്ങി വരുന്നത് കാണുവാൻ കർത്താവേ ഈ നോമ്പ് കാലത്ത് എന്നെ വിശുദ്ധീകരിക്കണമേ, സ്വർഗീയമായ ദർശനങ്ങളെ കാണുവാൻ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 3 നമുക്കറിയാം, ദാനിയേൽ നോമ്പ് നോറ്റു. ദാനിയേൽ നോമ്പ് നോറ്റിട്ട് സിംഹത്തെ നോമ്പ് പഠിപ്പിച്ചു എന്നാ പറയുന്നത്. എന്താ ദാനിയേലിൻ്റെ നോമ്പിൻ്റെ പ്രത്യേകത? 6-ാം അധ്യായം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യം ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാം. ഇങ്ങനെയാണ് പറയുന്നത്, ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞിട്ട് ദാനിയേലിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ പിറ്റേ ദിവസം രാജാവ് വന്നു നോക്കിയപ്പോൾ ദാനിയേല് ആ സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലേ എന്ന് വിളിച്ചപ്പം ഇയാളൊന്ന് പോടോ, എനിക്കൊന്നും പറ്റിയില്ല എന്നല്ല പറഞ്ഞത്. രാജാവ് ദീർഘായുസോടെ ഇരിക്കട്ടെ. ആദ്യത്തെ ദാനിയേലിന്റെ വാക്ക, രാജാവ് ദീർഘായുസോടെ ഇരിക്കട്ടെ. 2 ദാനിയേൽ പറയുക, സിംഹങ്ങൾ എനിക്ക് വരുത്താതിരിക്കത്തക്കവണ്ണം രാജാവേ ഞാൻ ദൈവത്തിന്റെ മുൻപിലും അവിടുത്തെ തിരുസന്നിധിയിലും കുറ്റമൊന്നും ചെയ്തിട്ടില്ല. പലപ്പോഴും അലറുന്ന സിംഹം പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രസീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും മുറിപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ട് പ്രാകുകയും വാക്കുകൾ കൊണ്ട് പഴിക്കുകയും വാക്കുകൾ കൊണ്ട് ദുഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നോമ്പുകാരന് ചേർന്നതല്ല എന്ന് ദാനിയേൽ പറയുകയാണ്. ഉപദ്രവിച്ചവനെ അനുഗ്രഹിക്കാൻ ഈ നോമ്പുകാലത്ത് പറ്റാറുണ്ടോ? വഴക്കിടുന്നവനോടൊന്നും മിണ്ടാതിരിക്കാൻ ഈ നോമ്പുകാലത്ത് പറ്റുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ മാത്രമാണ് നീതിമാനായ ദാനിയേലിനെ പോലെ എൻ്റെ നോമ്പ് ദൈവസന്നിധിയിൽ പ്രീതികരമാകുന്നത്. വീണ്ടും പറയാണ്, ഹാനനിയ പൈതങ്ങൾ നോമ്പ് നോക്കി. ഹാനനിയ പൈതങ്ങൾ നോമ്പ് നോക്കിയത് കൊണ്ട് അഗ്നി പരീക്ഷയിൽ കടന്നുപോയില്ല എന്നല്ല. എൻ്റെ അച്ഛാ പ്രാർത്ഥിക്കും തോറും കഷ്ടത കൂടുകയല്ലാതെ, എന്നാൽ ആ കഷ്ടതയിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിക്കേണ്ട, ഞാനാ നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറയുന്ന ആ ഒരു ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്തത് കഷ്ടതയിൽ മാത്രമല്ലേ? സുഖത്തിലിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? പലപ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ എന്നെ കൊണ്ട് നടക്കുമോ ദൈവം എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് പറ. ഞാൻ നിൽക്കേണ്ട വലിയ ആളുകളുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ഞാൻ എന്തു പറയണമെന്നറിയാതെ നിൽക്കുമ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞിട്ടില്ലേ, നിന്റെ അകത്തിരിക്കുന്നവൻ പുറത്തിരിക്കുന്നവനേക്കാൾ ശക്തനാണ്, നിന്റെ മകനെ അയച്ചുകൊള്ളുക, അവൻ ഈ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തിയിട്ടില്ലേ? ഇങ്ങനെ നേടിയെടുക്കുന്ന തീച്ചൂളയുടെ അനുഭവം ഓരോരുത്തരെയും പൊന്നുപോലെ
ഉരുക്കിയെടുക്കണം. പൊന്നുപോലെ ഉരുക്കിയെടുക്കുമ്പോഴാണ് നമ്മളിലൊരു മാറ്റം, നമ്മളിലൊരു ആത്മീയ ഉണർവുണ്ടാകുന്നത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ദൈവപുരുഷനായ യെഹെസ്കേലിനെ ഒരു വലിയ അസ്ഥികൂമ്പാരത്തിന്റെ മുൻപിൽ നിർത്തിയിട്ട് യഹോവയാം ദൈവം ചോദിക്കുക, ദൈവത്തിന്റെ പുരുഷ, നീ എന്ത് കാണുന്നു? യെഹെസ്കേൽ മറുപടിയായിട്ട് പറയുക, ഉണങ്ങിയ അസ്ഥികൂമ്പാരങ്ങൾ കാണുന്നു. തിരിച്ച് സകലത്തെ നിർമ്മിക്കുന്നവൻ മനുഷ്യനോട് ചോദിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇന്ന് സന്ധ്യയിലും ഈ നോമ്പുകാലത്തില് പിതാക്കന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നമ്മളോട് ചോദിക്കുകയാണ്. നീതിമാന്മാരായ പിതാക്കന്മാർ അങ്ങനെയായിരുന്നു. ഈ അസ്ഥികൾ ജീവിക്കുമോ? എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സന്ധ്യയിൽ ചോദിക്കുന്നത്, മനുഷ്യപുത്ര, ഈ അസ്ഥി ജീവിക്കുമോ? നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുക, നീ ജീവിക്കുമോ? നിന്നിലെ ഉണങ്ങിയ സ്വഭാവത്തിൽ ഒരു ജീവൻ ഉണ്ടാകുമോ? നിന്റെ കോപത്തിൽ നിന്നൊരു മാറ്റം വന്നൊരു ജീവൻ ഉണ്ടാകുമോ? നിന്റെ അസൂയയിൽ നിന്ന് മാറി നിനക്കൊരു ജീവൻ ഉണ്ടാകുമോ? ഈ ഉണങ്ങിയ അസ്ഥി ജീവിക്കുമോ? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, കർത്താവേ, എൻ്റെ കുറവ് എന്താണെന്ന് ചിലതൊക്കെ എനിക്കറിയാം, ചിലതെനിക്ക് അറിയാനേ വയ്യ. എൻ്റെ ജീവിത പങ്കാളി വിളിച്ചു പറയുമ്പോഴാണ് ഞാനത് അറിയുന്നത്. കർത്താവേ, ഈ നോമ്പുകാലത്തിൽ എൻ്റെ ഈ ഉണങ്ങിയ സ്വഭാവത്തിന് ഒരു മാറ്റം, ഉണങ്ങിപ്പിടിച്ചിരിക്കുകയാണ്. ഇനി ഒരു തളിർപ്പില്ല എന്ന് പറഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണ്. എന്നാൽ അഹറോന്റെ വടി തളിർത്തതുപോലെ എന്നിലൊരു തളിർപ്പുണ്ടാകണമേ എന്ന് ഈ സന്ധ്യയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചവരായിരുന്നു നമ്മുടെ പിതാക്കന്മാർ. ആ പിതാക്കന്മാരുടെ വഴിയെ ഈ സന്ധ്യയിൽ നമുക്ക് മുറുകെ പിടിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് ആ നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. നമുക്ക് വിശ്രമമില്ല, നമുക്ക് സമാധാനമില്ല, നമുക്ക് ഉറക്കമില്ല, നമുക്ക് പലതും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നോമ്പ് നോക്കുന്നുണ്ടച്ചാ, ഞാൻ ഉപവസിക്കുന്നുണ്ടച്ചാ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടച്ചാ, ഞാൻ കുമ്പിടുന്നുണ്ടച്ചാ, എന്നിട്ട് എന്താണ് എൻ്റെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു പോകുന്നത്? സന്ധ്യയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, എന്നിലെ ഉണങ്ങിയ അസ്ഥി ജീവിക്കണമെങ്കിൽ ഹൃദയം കൊണ്ട് ഞാൻ ആഗ്രഹിക്കണം. എൻ്റെ പിതാക്കന്മാരുടെ വഴിയല്ലാതെ ഇനി ഒരു വഴിയല്ല. ലോകരാജ്യങ്ങളൊക്കെ എല്ലാത്തിനും തയ്യാറാണെന്നൊക്കെ കുറച്ച് നാൾ മുൻപ് വരെ നമ്മൾ പറയുമായിരുന്നു. ലോകരാജ്യങ്ങളിൽ ഇവിടെ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ എവിടുന്ന് കൊണ്ടുവരും? അങ്ങ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരും. എൻ്റെ മോൻ അങ്ങ് ലണ്ടനിൽ നിന്ന് കൊണ്ടുവരും. പക്ഷെ കോവിഡ് വന്നപ്പം നമുക്ക് ലണ്ടനും ഇല്ല, നമുക്ക് അമേരിക്കയും ഇല്ല, ഓസ്ട്രേലിയ ഇല്ല, ദുബായും ഇല്ല, തിരുവനന്തപുരവും ഇല്ല, കോട്ടയവും ഇല്ല. നമ്മൾ മാത്രമായി. നമ്മളെ ഒരു സത്യം മനസ്സിലാക്കുകയാണ്, നിന്റെ ദൈവമല്ലാതെ നിനക്കൊന്നുമില്ല. ആ പിതാക്കന്മാർ ആ സത്യം മനസ്സിലാക്കുന്നു. നിങ്ങൾ വഴികളിൽ ചെന്ന് ആ പഴയ വഴികൾ, നല്ല വഴികൾ ഏതെന്ന് നോക്കാൻ നമ്മൾ ഓക്കെയാണ്. ചോദിക്കുക, അതിനും നമ്മൾ ഓക്കെയാണ്. പുതിയ അച്ഛൻ വീട് കുദാശയ്ക്ക് വീട്ടിലോട്ട് വരുമ്പോൾ പറയും, അച്ഛാ അമ്മച്ചിയുടെ പ്രാർത്ഥന അച്ഛാ ഞങ്ങളുടെ വീട് ഇനി ആര് എന്നൊരു ചോദ്യം. അപ്പം അച്ഛൻ മറുപടി ചോദിക്കും. നോക്കാൻ നമ്മൾ മിടുക്കരാണ്. അവരോട് ചോദിച്ച് അവരുടെ വീരസാഹസങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ നടപ്പീൻ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് ഈ ഉണങ്ങിയ രീതികൾ. അവരേത് വഴിയായിരുന്നു തിരഞ്ഞെടുത്തത്? വിശുദ്ധിയുടെ വഴിയായിരുന്നു തിരഞ്ഞെടുത്തത്. അത്ഭുതത്തിൻ്റെ വഴിയല്ല അവർ തിരഞ്ഞെടുത്തത്, അടയാളങ്ങളുടെ വഴിയല്ല തിരഞ്ഞെടുത്തത്. നമുക്കിന്ന് എന്താ വേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കണം. ഇന്ന് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അച്ഛാ, എൻ്റെ വീട്ടിലൊരു വലിയ, അങ്ങനെ പറയുന്ന എക്സാജുറേറ്റഡ് ആയ അനുഗ്രഹങ്ങളുടെ വഴിയാണ്. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, സകലതും പിന്നാലെ വന്നു ചേരുമെന്ന് പിതാക്കന്മാർ അവരുടെ കഷ്ടതയിലും അവരുടെ കണ്ണുനീരിലും ഓലമേഞ്ഞ വീട്ടിലും ചാണകം മെഴുകിയ തറയിലും ഒക്കെ ഇരുന്ന് അവർ എക്സ്പീരിയൻസ് ചെയ്ത ദൈവത്തിൻ്റെ വഴി. ഇസ്രായേൽ ജനം അത്ഭുതം അന്വേഷിച്ച് നടന്നപ്പോൾ, ഇസ്രായേൽ ജനം അനുഗ്രഹം അന്വേഷിച്ച് നടന്നപ്പോൾ, മോശയ്ക്ക് ശേഷം യോശുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഈ വഴി നിങ്ങൾ മുൻപേ പോയിട്ടില്ല. പിന്നെ യോശുവ തന്റെ ജനത്തോട്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. യോശുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം, ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഈ നോമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഇന്നവരെ കൂടെ ഒക്കെ ഒന്ന് വിളിച്ചോണ്ട് വരേണ്ടതായിരുന്നു. അവരായിരുന്നു ഇത്. ഞാൻ അത്ര കുഴപ്പമില്ല, ഞാൻ ഇങ്ങനൊന്നും പറയാറില്ല,
ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. അത്ര അത്യാവശ്യത്തിന് മാത്രമേ ഞാൻ പ്രതികരിച്ചുള്ളൂ. എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഇതാണ് ആദ്യം തിരുത്തേണ്ട വഴി, ഞാനിൽ നിന്ന് ഞങ്ങളിലേക്കുള്ള വഴി. നമ്മുടെ പിതാക്കന്മാരുടെ വഴികളിൽ ഒന്നാമത്തേത് ഞാനിൽ നിന്ന് ഞങ്ങളിലേക്കുള്ള വഴിയാണ്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവനവനോടാണ് അവനവന് സ്നേഹം. ഒരിക്കൽ ഒരു കവി ഒരു കുഞ്ഞിനോട് ചോദിച്ചു, ആരെയാണ് നിനക്കേറെ ഇഷ്ടം? കുഞ്ഞു മറുപടിയായി പറഞ്ഞു, എന്നെയാണ് എനിക്കേറെ ഇഷ്ടം. പിന്നെ ആരെയാണ് നിനക്കേറെ ഇഷ്ടം? എന്നോടുള്ള എൻ്റെ ഇഷ്ടം തീരുന്നില്ലല്ലോ. മമ്മി എന്തിനാ എൻ്റെ കാര്യത്തിൽ എന്നോടുള്ള എൻ്റെ ഇഷ്ടം തീരുന്നില്ലല്ലോ. എവിടെ നിന്നാണ് അത് വന്നത്? നമ്മളിൽ നിന്നാണത് വന്നത്. ഏദനിൽ നിന്നാണ് അത് വന്നത്. ഏദനിൽ എന്തു കണ്ടു? ഞാനല്ല, ഇവളാണ്. ഉടനെ ഹവ്വ പറഞ്ഞു, ഞാനല്ല, അത് സാത്താൻ, പാമ്പാണ്. ഞാൻ എന്ന കാര്യം അത് മനസ്സിലാക്കിയാണ് കർത്താവ് പറഞ്ഞത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അവിടെ നിന്നെ പോലെ എന്നുള്ളത് എല്ലാ ദിവസവും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. നിന്നെ പോലെ. എന്താ നിന്നെ പോലെക്ക് പ്രത്യേകത? എന്നെ ആരും ഒന്നും പറയാൻ പാടില്ല, എന്നോട് ആരും ദേഷ്യപ്പെടാൻ പാടില്ല, ഞാൻ പറയുന്നത് എല്ലാവരും കേട്ടോണം, എൻ്റെ ഇഷ്ടത്തിന് എതിർപ്പ് പള്ളിയിലൊന്നും ഉണ്ടാവാൻ പാടില്ല, വീട്ടിലൊന്നും ഉണ്ടാവാൻ പാടില്ല, നാട്ടിലൊന്നും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ വേറെ ആരെയെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് നോവുമോ? ഇല്ല. അത് മനസ്സിലാക്കി കർത്താവ് മുന്നമേ പറഞ്ഞു, നിന്നെ പോലെ. അതുകൊണ്ടാണ് ഞാനാണ് എൻ്റെ ഏറ്റവും വലിയ ബലഹീനത. എൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്താ? ഞാനാണ്. അതുകൊണ്ടാണ് ചേർന്ന് നമുക്ക് പിതാക്കന്മാരോടുകൂടി പാടാം, ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ, രാപകലടിയങ്ങൾ ആശ്രയമങ്ങല്ലോ. ബലഹീനതകൾ നീക്കുവാൻ ഞാൻ എന്നെൻ്റെ ബലഹീനത കർത്താവേ ഈ നോമ്പ് കാലത്ത് നീക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഊസിയ രാജാവിനെ കുറിച്ച് പറഞ്ഞാണ്. ഊസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന ഒരു സിംഹാസനത്തിൽ യഹോവയാം ദൈവം ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത് തന്നെ. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഊസിയ രാജാവ് ആരോ ആണ്. അത് പിന്നീട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നില്ല, പക്ഷെ ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നുണ്ട്. 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ആരാണ് ഊസിയ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഊസിയ രാജാവ് വെറും 16-ാമത്തെ വയസ്സിൽ ദൈവത്താൽ രാജപദവിയിലേക്ക് ഉയർത്തപ്പെട്ട് രാജാവായവനാണ്. വീണ്ടും നമുക്ക് കാണാം 52 സംവത്സരം ഈ രാജഭരണം നടത്തിയ ആളാണ്. ഊസിയ രാജാവ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കാരണം 2 കാര്യമാ. 26-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം പറയുകയാണ്, അവൻ അവന്റെ അപ്പനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിച്ചു. 2 സെക്കറിയ പ്രവാചകന്റെ ഉപദേശം അവൻ അനുസരിച്ചു. അവന്റെ അപ്പനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുകയും സെക്കറിയ പ്രവാചകന്റെ ഉപദേശം അനുസരിക്കുകയും ചെയ്തു. യഹോവയെ അന്വേഷിച്ചപ്പോൾ യഹോവ അവൻ അഭിവൃദ്ധി നൽകിയെന്ന് 26-ാം അധ്യായം 6-ാം വാക്യം പറയുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു യഹോവ അവന് നൽകിയ അഭിവൃദ്ധി? ഒന്ന്, അവൻ അനേക രാജ്യങ്ങൾ പിടിച്ചെടുത്തു, അനേക പട്ടണങ്ങൾ പണിതു, അനേക ഗോപുരങ്ങൾ നിർമ്മിച്ചു, അനേക കിണറുകൾ ഉണ്ടാക്കി. എന്തിന്? 3.5 ലക്ഷത്തിലധികം സൈന്യത്തിന്റെ അധിപതിയായിരുന്നു. ഡാം റിച്ച് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ സകലത്തിന്റെയും അധിപതിയായിരുന്നു ഈ ഓസിയ രാജാവ്. യഹോവ അവന്റെ ശത്രുവിന്റെ മുൻപിൽ അവനോട് കൂടെ നിന്നപ്പോൾ അവന്റെ ശ്രുതി നാട്ടിലെങ്ങും പരന്നു. എന്നാൽ 26-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു. 26-ാം അധ്യായം 16-ാം വാക്യം, ഞാൻ ബലവാനായപ്പോൾ എൻ്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു. പണ്ടുള്ളവരും നമ്മളോട് പറയും, അധികം നിഗളിക്കരുതേ. താൻ ബലവാനായി എന്ന് തോന്നുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, ഞാൻ ഒറ്റയ്ക്ക് പൊരുതിയതാ. നമ്മൾ പറയാറില്ലേ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു സ്പൂണ് പോലും എടുത്തോണ്ടല്ല ഞാൻ വന്നത്, ഞാൻ കഷ്ടപ്പെട്ടതാ, ഞാൻ എന്തോ ആയി, ഞാൻ ബലവാനായി, ഞാൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച എൻ്റെ മക്കളെ ഞാൻ ഇത്രയൊക്കെ ആക്കിയത് ഞാൻ എന്തോ ആയി എന്നുള്ളത് നിഗളം നാശത്തിന്റെ മുന്നോടിയാ. കാരണം എന്താണെന്നറിയോ? സദൃശ്യവാക്യം 21-ാം അധ്യായം 24-ാം വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിഗളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്നു പേര്. നിഗളവും ഗർവവും ഉള്ളവന്
പരിഹാസി എന്നാണ് പേര്. എന്തു ചെയ്തെന്നറിയാമോ ഊസിയ രാജാവ് പുരോഹിതന്മാർ മാത്രം കയറുന്ന പ്രധാന സ്ഥലത്തേക്ക് കയറി ചെന്ന് ധൂപപാത്രം കയ്യിലെടുത്തു. ധൂപപാത്രം കയ്യിലെടുത്തപ്പോൾ അസറിയാം പുരോഹിതന്മാരിലെ മഹാപുരോഹിതൻ പറഞ്ഞു, രാജാവേ അരുത്, അത് പുരോഹിതന്മാർക്കുള്ളതാണ്. രാജാവ് കേട്ടില്ല. ഞാൻ സകലത്തിന്റെയും അധിപതിയാണെന്നുള്ളൊരു ഹുങ്ക് ആരുടെ ഉള്ളിലുണ്ടായി? ഊസിയ രാജാവിന്റെ ഉള്ളിലുണ്ടായി. എന്ത് സംഭവിച്ചെന്നറിയാമോ? തന്റെ കിരീടം വെക്കുന്ന തിരുനെറ്റിയിൽ തന്നെ ഒരു കുഷ്ഠം പൊങ്ങി. രാജാവായിക്കോട്ടെ പ്രജയായിക്കൊള്ളട്ടെ, കുഷ്ഠം വന്നു കഴിഞ്ഞാൽ പാളയത്തിന് പുറത്തിറക്കി വാതിലടയ്ക്കും. അങ്ങനെ ഊസിയ രാജാവ് 3.5 ലക്ഷത്തിലധികം സൈന്യത്തിന്റെ അധിപതിയായ രാജാവ്, അനേക രാജ്യത്തിന്റെ അധിപൻ, അനേക സമ്പത്തിന്റെ ഉടയവൻ, തന്റെ അഹങ്കാരം കൊണ്ട്, തന്റെ നിഗളം കൊണ്ട്, തന്റെ രാജ്യത്വത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരവസ്ഥയാണ്. പ്രിയമുള്ളവരെ, ഊസിയ രാജാവ് അങ്ങനെയായതിന് നമ്മൾ എന്നാ വേണമെന്നൊരു ചോദ്യമുണ്ട്. ഇന്നും ഈ ഊസിയ രാജാവ് ജീവിക്കുന്നുണ്ട്, എന്നിലൂടെയും നിങ്ങളിലൂടെയും. നമ്മളിലൂടെ ജീവിക്കുകയാണ് ഊസിയ രാജാവ്. പലപ്പോഴും ഒന്ന് മുറിക്കപ്പെടാൻ, പലപ്പോഴും ഒന്ന് ഒതുക്കപ്പെടാൻ, പലപ്പോഴും ഒന്ന് കുറയാൻ, പലപ്പോഴും ഒന്ന് താഴാൻ, പലപ്പോഴും ഒന്ന് അഴുകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിനകത്ത് യേശുതമ്പുരാനെ കാണാൻ യവനന്മാർ വന്നപ്പോൾ യേശുതമ്പുരാൻ പറയുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകിയിട്ടില്ലാതെ അത് ഫലം കായ്ക്കുകയില്ല. ഒന്ന് അഴുകിക്കൊടുക്കാൻ, ഒന്ന് താന്നു കൊടുക്കാൻ, ഒന്ന് വിട്ടുതരാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കാറുണ്ടോ? പ്രകൃതി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? ആകാശം അത് മുറിയുമ്പോഴല്ലേ അത് മഴയായിട്ട് പെയ്ത് താഴേക്ക് വീഴുന്നത്? കൃഷി ചെയ്യുന്ന മണ്ണിൽ കൃഷിക്കാരൻ ആ മണ്ണൊന്ന് ഉടയ്ക്കുമ്പോഴല്ലേ പുതിയ വിത്തിടാൻ അത് പാകമാകുന്നത്? മണ്ണിൽ വീഴുന്ന വിത്ത് മണ്ണിനടിയിലൊന്ന് അഴുകുമ്പോഴല്ലേ പുതിയ ജീവന്റെ തുടിപ്പുണ്ടാകുന്നത്? വീണ്ടും മരത്തിലുണ്ടാകുന്ന കായ ഒന്ന് പൊട്ടാൻ ഏൽപ്പിക്കപ്പെടുമ്പോഴല്ലേ പുതിയ വിത്തുകളായി പുറത്തേക്ക് വരുന്നത്? പലപ്പോഴും ജീവിതത്തില് മുറിയപ്പെടുവാൻ, വിട്ടുകൊടുക്കുവാൻ, ഒന്ന് അഴുകുവാൻ, ഒന്നും മിണ്ടാതിരുന്നാൽ തീരാവുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. എന്നിലെ ഉണങ്ങിയ ഏത് സ്വഭാവമാണ്? എന്നിലെ ഞാനാണോ പ്രശ്നക്കാരൻ? എൻ്റെ നാവാണോ പ്രശ്നക്കാരൻ? നമ്മളെല്ലാം ഭക്തന്മാരാണ്. എന്നാൽ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തില് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനാണെന്ന് പറഞ്ഞാൽ അവന്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമാണ്. നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഞാൻ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആരല്ല, ഞാൻ ഭക്തനല്ല. കാരണം ഈ ശരീരത്തിന്റെ മുഴുവൻ വാതിലാണ് എന്ത്? ശരീരത്തിന്റെ മുഴുവൻ വാതിലാണ് നമ്മുടെ വായ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, നിൻ വരഭണ്ഡാരം കവരായി വാൻ നിർത്തിയിടേണം കാവൽക്കാരെ മെയിൻ വാതിൽക്കൽ. എൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ദുഷ്ടൻ പിടിച്ചെടുത്ത് എൻ്റെ തലമുറയ്ക്ക് ശാപമാകാതെ ഇരുപ്പാൻ എൻ്റെ മെയ്ക്ക് കാവൽക്കാരനെയും എൻ്റെ അധരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ എന്ന് പിതാക്കന്മാർ പാടിപ്പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ നാവിനെ ഒന്ന് നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കാൻ, എൻ്റെ ഹൃദയത്തെ ഒന്ന് നിയന്ത്രിക്കാൻ, എൻ്റെ അധികാര സ്വഭാവത്തെ ഒന്ന് നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കണം. ഇതാണ് കർത്താവിനെ പോലും പരീക്ഷിച്ചത്. നീ ദൈവപുത്രനല്ലേ, ഈ കല്ലിനെ അപ്പമാക്ക്. അപ്പത്തിനു വേണ്ടിയുള്ള ഓട്ടം, സമ്പാദ്യത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ എപ്പോഴാണ് ഞാൻ ദൈവത്തെ നഷ്ടപ്പെടുത്തിയത്? നീ ദൈവപുത്രനല്ലേ, നീ മേളിൽ നിന്ന് താഴേക്ക് ചാട്. പലപ്പോഴും ദൈവം എനിക്ക് അങ്ങനത്തെ അത്ഭുതം ചെയ്യണം. ബുദ്ധിക്ക് നിരക്കാത്ത അത്ഭുതം, ബുദ്ധിക്ക് നിരക്കാത്ത അത്ഭുതം. പലപ്പോഴും നമുക്കറിയാം, 10ാം ക്ലാസ്സിൽ എത്തിയാലും പേന പിടിച്ച് ABCD എഴുതിയില്ലെങ്കിലും ചില അമ്മമാര് വന്നിട്ട് പറയും, ടീച്ചറെ എങ്ങനെയെങ്കിലും ഒരു ഫുൾ A+, ഫുൾ A+. 10ാം ക്ലാസ് വരെ ABCD Z വരെ എഴുതിപ്പിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാണല്ലോ മുഴുവൻ A+. ഇത് തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതവും. ഒരിക്കലേ ഒരു കുരുവി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് തപസ്സനുഷ്ഠിച്ചു. ഒടുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, കുരുവി നിനക്ക് എന്താ വേണ്ടത്? കുരുവി പറഞ്ഞു, ഞാൻ ചെറുതായതുകൊണ്ട് എല്ലാവരും എന്നെ മാറ്റി നിർത്തുക, എനിക്ക് പരുന്തിൻ്റെ ചിറകുകൾ വേണം. ആരുടെ ചിറക? പരുന്തിൻ്റെ ചിറകുകൾ. ദൈവത്തിന് സങ്കടം തോന്നി, പാവമല്ലേ, കൊടുത്തേക്കാമെന്നോർത്ത് പരുന്തിൻ്റെ ചിറകുകൾ കൊടുത്തു. പരുന്തിൻ്റെ ചിറക് അനക്കാൻ പോയിട്ട്, പറക്കാൻ പോയിട്ട് ഒന്ന് അനക്കാൻ പോലും ആർക്ക് പറ്റിയില്ല? ഈ കുരുവിക്ക് പറ്റിയില്ല. ഇതുപോലെയാ നോമ്പ് കാലത്ത് നമ്മൾ വലിയ ചിറകുകളൊക്കെ വെച്ച് കെട്ടും. എന്നാൽ ഞാനിപ്പോഴും ആത്മീയതയിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ വിചാരത്തിൽ, എൻ്റെ ഹൃദയത്തിൽ കുരുവിയാണെന്ന് ആർക്കറിയാം?
എൻ്റെ ദൈവത്തിനറിയാം. അതുകൊണ്ട് നമ്മുടെ നാവിനെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് 2 ശമൂവേൽ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, യഹോവേ, അടിയൻ്റെ ഗൃഹമിതാ അവിടുത്തെ തിരുമുൻപാകെ ഇരിക്കുന്നു, അടിയനോട് പ്രസാദം തോന്നി അടിയനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് തിരുവെഴുത്തുകളിലൂടെ തിരുത്തപ്പെട്ട പിതാക്കന്മാരുടെ വഴി. 1 നമ്മുടെ നോമ്പ്, 2 വചനധ്യാനം നമ്മളുടെ ജീവിതത്തിലുണ്ടോ? ഈ കേൾക്കുന്നതല്ലാതെ പിന്നീടൊരു വചനങ്ങൾ ചിന്തിക്കുവാനുള്ളൊരു സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ടോ? വചനം ഇങ്ങനെ കേട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇങ്ങനെ കുറെ കേട്ടിട്ട് എന്താണ് കാര്യം? എന്താ കാര്യം? യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം പറയുകയാണ്, വചനം കേട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. ചതിക്കരുത്. കാരണം എന്താണ്? വചനം എന്താ? ദൈവത്തിന്റെ വചനമോ അത് തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം വാക്യം പറയുന്നുണ്ട്, അത് തീയാണ്. കാരണം എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ആര് തന്നെയായിരുന്നു? വചനം ദൈവം തന്നെയായിരുന്നു. മാലാഖമാരുടെ നാട്ടിൽ നിന്ന്, ക്രോപകളിരിക്കുന്ന തേരിൽ നിന്ന്, അഗ്നിസിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പിതാവിന്റെ വലതുഭാഗത്ത് നിന്ന് ഇറങ്ങി ഭൂമിയോളം താന്ന് വന്നവനാണ് ആരാ? എന്തിനാണ് അവൻ ഭൂമിയിലേക്ക്, വചനമായ തമ്പുരാൻ ഭൂമിയിലേക്ക് വന്നത്? എന്തിനു വേണ്ടിയാ വന്നത്? നിർമ്മലമാം ഉദരേ നിർമ്മലമായി വന്നു വസിച്ചൊരു നിർമ്മലനാം ആത്മജനെ, നിർമ്മലതാതൻ സംസ്തുത്യൻ തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു. നമ്മെ തൻ പിതൃസുതരാക്കി പാവനറൂഹായോടു ചേർപ്പാൻ മാനവരൂപം. എന്തിനാണ് അവൻ മാനവരൂപം സ്വയമേറ്റത്? നമ്മെ പിതാവിന്റെ പുത്രത്വത്തിന്റെ അവകാശം നൽകി പരിശുദ്ധ റൂഹായോട് ചേർക്കാൻ അവൻ മാനവരൂപം സ്വയമേറ്റു. വീണ്ടും അവന്റെ 2ാമത്തെ വരവിൽ നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ, യജമാനൻ പന്തിക്കിരുത്തുമ്പോൾ താതനിരുത്തുന്ന മേശയിൽ പുത്രൻ പരികർമ്മിച്ച് റൂക്കുദിശ പാർക്കിലീത്ത കിരീടം വെപ്പിക്കുന്ന ആ ഒരു നിത്യജീവൻ അവകാശികളാക്കുവാൻ ഈ വചനം എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നില്ല എങ്കിൽ ക്രിസ്തു എന്നിലില്ല എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ബേത്ലഹേമിലെ ജനത്തെ പോലെ കാനേഷുമാരി കണക്കെടുപ്പിന്റെ തിരക്കില് ഈ ജീവിച്ചിങ്ങനെ മുന്നോട്ട് പോകും. വചനം എന്ന വാക്കിൽ തന്നെയുണ്ട് എന്താണ് വചനം. വചനത്തിന്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? വാ. വചനത്തിന്റെ വാ പറയാണ്, വചനം വാഗ്ദത്തമാണ്. വചനം എന്താണ്? വചനം വാഗ്ദത്തമാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 39-ാം വാക്യം പറയാണ്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ കൂട്ടിവരുത്തുന്ന ദൂരസ്ഥർക്കുമുള്ളതാണ്. വാഗ്ദത്തം നമുക്കുള്ളതാണ്. അബ്രഹാം 90 വയസ്സിൽ കൂടുതലുള്ള മനുഷ്യൻ, സാറ വൃദ്ധയും അവളുടെ ഗർഭപാത്രം നിർജീവവുമായിരുന്നു. എങ്കിലും വാഗ്ദത്തം കേട്ടവൻ വിശ്വസിച്ചു, ആശയ്ക്ക് വിരോധമായി അവൻ ആശിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഒരിക്കലും സംഭവിക്കില്ലെന്ന് നിന്റെ ജനം പറയുമ്പോൾ, നിന്റെ ചുറ്റുമുള്ളവർ പറയുമ്പോൾ, നിന്റെ സ്വർഗത്തിലെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, എൻ്റെ ഹൃദയം വചനത്തിനായി ദാഹിച്ചാൽ തീർച്ചയായിട്ടും അപ്പത്തിനു വേണ്ടിയുള്ള വിശപ്പോ വെള്ളത്തിനു വേണ്ടിയുള്ള ദാഹമോ അല്ല, ദൈവവചനത്തെ സ്വീകരിച്ച് അതിൻ പ്രകാരം നടന്നാൽ വാഗ്ദത്തം എൻ്റെ തലമുറയിൽ ഉണ്ടാകും. 2 വചനത്തിന്റെ ചലിക്കുന്നതും ചലിപ്പിക്കുന്നതുമായിരിക്കണം. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം, ദൈവത്തിന്റെ വചനം അസ്ഥിയിന്മേലേക്ക് വീശി. 37-ാം അധ്യായം 5-ാം വാക്യം പറയാ, ദൈവത്തിന്റെ വചനം അസ്ഥികളിലേക്ക് വീശി അവരോട് പറഞ്ഞത്, എഴുന്നേറ്റ് നിൽക്കുക. മജ്ജയും മാംസവും വെച്ച് വലിയൊരു സൈന്യമായി തീർന്നു. മജ്ജയും മാംസവും ഞരമ്പും വെച്ച് ഒരു വലിയ സൈന്യമായിട്ട് ഈ വചനത്തെ പിടിച്ച് നമ്മുടെ പിതാക്കന്മാർ നിന്നതുപോലെ ഉണങ്ങിയിരിക്കുന്ന വചനധ്യാനങ്ങൾ, സന്ധ്യയിലെ പ്രാർത്ഥനകള്, പ്രഭാതത്തിലെ വായനകള്. ഇന്നത്തെ നമ്മുടെ വചന വായന എങ്ങനെയാ? വീട്ടിലോട്ട് ചെല്ലും, എവിടെയെങ്കിലും പോകാൻ നേരത്ത് നടുക്കൂന്ന് തുറക്കും, ഇഷ്ടമുള്ളതാണെങ്കിൽ ആഹാ അടിപൊളി, അല്ലെങ്കിൽ അടയ്ക്കും, ഇടത്തുനിന്ന് എടുക്കും. നമുക്ക് ഇഷ്ടമുള്ള വചനം കിട്ടുന്നവരെ നമ്മൾ എടുക്കും. ആശ്വാസം, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഡൺ, മതി. ഇഷ്ടമില്ലാത്തതാണ് ഒന്നുകൂടെ അങ്ങ് എടുക്കും. ഇതാണ് വചനധ്യാനം. അതുകൊണ്ടാണ് നമ്മുടെ പലരുടെയും വേദപുസ്തകത്തിന്റെ നടുഭാഗം മാത്രം ഇങ്ങനെ മുന്നോട്ട്
തള്ളിയിരിക്കുന്നത്. എന്നാൽ കുഞ്ഞുങ്ങളെയും കൂട്ടിയിരുത്തി വചനത്തെ ധ്യാനിച്ച് ചലിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. വചനത്തിൻ്റെ നം അത് നമുക്കായിട്ടുള്ളതാണ്, അത് നമുക്കായിട്ടുള്ളതാണ്. നാം ആരാണ്? 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യം, കാൺമീൻ നാം ദൈവമക്കളാണ്, വചനം നമുക്കുള്ളതാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം ഓർമ്മിപ്പിക്കുകയാണ്, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരോ പരദേശികളോ അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. വചനം കേട്ട് ചെയ്യുന്നവരാകണം. നിങ്ങൾ നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് പുത്രനെ ചുംബിപ്പിൻ. അതുകൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിൽ പാടുന്നത്, ശീലിപ്പിക്കണമേ എന്നെ നാഥ നിന്റെ കൽപ്പനകൾ ചെയ്യുവാൻ. എന്തിനു വേണ്ടിയാണ്? നിന്റെ കൃപയിൽ ജീവിപ്പാൻ. നിന്റെ കൃപയിൽ ജീവിക്കണമേ എന്ത് ചെയ്യണം? നാഥന്റെ കൽപ്പനകളെ വചനമായിട്ട് പിതാക്കന്മാരെ പോലെ അനുസരിക്കണം. 3-ാമതായിട്ട് നമ്മുടെ പിതാക്കന്മാരുടെ വഴി കണ്ണുനീരിനെ കരുത്താക്കിയ വഴിയാ. കണ്ണുനീരോടുകൂടി അവരുടെ കണ്ണുനീരുകളിൽ അവർ പരാതി പറഞ്ഞിട്ടില്ല, അവരുടെ ഇല്ലായ്മകളിൽ അവർ പരാതി പറഞ്ഞിട്ടില്ല, അവരുടെ പോരായ്മകളിൽ അവർ പരാതി പറഞ്ഞിട്ടില്ല. അപ്പോഴും അവരെന്തായി? ഓരോ കണ്ണുനീരിലും ഇപ്പം നമ്മളെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ പറയും, കർത്താവേ എൻ്റെ കണ്ണുനീര് നീ കാണുന്നില്ലേ അപ്പാ? ഭയങ്കര പ്രശ്നമാണ്, പിന്നെ ഡിപ്രഷനാണ്, അഡ്മിറ്റാണ്, ഒന്നും വേണ്ട. പിന്നെ അങ്ങ് ഭയങ്കര വീട് മുഴുവൻ ഒരു ശ്മശാന ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരും. എന്നാൽ കണ്ണുനീരിനെ കരുത്താക്കി മാറ്റണമെങ്കിൽ ഇയ്യോബിനെ പോലെയുള്ളൊരു വിശ്വാസം വേണം. ഇയ്യോബിൻ്റെ വിശ്വാസം നമുക്കുണ്ടോ? കഷ്ടതയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ആകെ സമ്മതിച്ചു കൊടുക്കുന്ന ഒരാളാണ് ആര്? ഇയ്യോബ്. പിന്നെ ഇയ്യോബ് കഴിഞ്ഞ ആരാ? അത് നമ്മളാ, അല്ലേ? ഇയ്യോബ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാ ഏറ്റവും കഷ്ടതയുള്ളത്? അപ്പം നമ്മളോട് ഒരാൾ പറയും, അയ്യോ കോവിഡായിട്ട് അവരങ്ങ് ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ഉടനെ നമ്മളെന്ത് പറയും? അയ്യോ ഞങ്ങൾ ആശുപത്രിയിലൊന്നും പോയില്ലെന്നേ ഉള്ളൂ, അതിനേക്കാളും. ഏത് കാര്യം ആര് പറഞ്ഞാലും നമ്മൾ എന്തോ പറയുന്നത്? അതിനേക്കാളും അയ്യോ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു, അല്ലേ? ഇയ്യോബിന് മാത്രം നമ്മൾ കൊടുത്തിരിക്കുന്ന കൺസെഷൻ. എന്നാൽ ഇയ്യോബ് ശരിക്കും ആരായിരുന്നു? ദൈവത്താൽ സർട്ടിഫൈഡ് ആയ ആളായിരുന്നു ഇയ്യോബ്. 3 പ്രാവശ്യം യഹോവയാം ദൈവം സർട്ടിഫൈ ചെയ്തിരിക്കുക. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം, 1-ാം അധ്യായം 8-ാം വാക്യം, 2-ാം അധ്യായം 8-ാം വാക്യം വീണ്ടും വീണ്ടും പറയാണ്, എൻ്റെ ദാസനായ ഇയ്യോബോ അവൻ നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും നീതിമാനും ആയിരുന്നു. ഞാനല്ല എൻ്റെ കഷ്ടത്തിന്റെ കണക്ക് ദൈവസന്നിധിയിൽ നിരത്തേണ്ടത്. അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്താൽ അവരുടെ അങ്കിയെ അലക്കി വെളുപ്പിച്ചവരെന്ന് വെളിപ്പാട് പുസ്തകത്തില് വിശുദ്ധന്മാർ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ കേൾക്കുന്ന ശബ്ദത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞതുപോലെ നമ്മെക്കുറിച്ച് സ്വർഗം സാക്ഷിക്കണം. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് ഉരുകി തെളിഞ്ഞ് പുറത്തു വന്നവർ, ഇവരുടെ കഷ്ടം ദൈവം കണ്ടത് എന്ന് പറയണം. ഇയ്യോബിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്തായിരുന്നു? ഇയ്യോബിന്റെ പ്രാർത്ഥനയുടെ 1-ാമത്തെ പ്രത്യേകത 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇയ്യോബ് കരഞ്ഞുകൊണ്ട് തന്റെ മക്കൾ തെറ്റു ചെയ്തു പോയോ എന്നോർത്ത് ദൈവസന്നിധിയിൽ അവരെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ചു. മക്കളുടെ വിസയല്ലായിരുന്നു ഇയ്യോബിന്റെ പ്രശ്നം, മക്കളുടെ സമ്പത്തല്ലായിരുന്നു ഇയ്യോബിന്റെ പ്രശ്നം. മക്കൾ തെറ്റു ചെയ്തു പോകരുത്. നമ്മൾ ഒരിക്കലും തെറ്റിനെ മൂടി വെക്കുന്നവരാ നമ്മൾ പലപ്പോഴും, മക്കളുടെ തെറ്റിനെ, കുടുംബത്തിലുള്ളവരുടെ തെറ്റിനെ. എന്നാൽ ഇയ്യോബാകട്ടെ തൻ്റെ മക്കൾ തെറ്റ് ചെയ്തു പോയോ എന്നോർത്ത് ശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ചു. 2, ഇയ്യോബ് ഓരോ ദിവസവും പ്രഭാതത്തില് ഈ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി. പിന്നെ ഇയ്യോബ് തൻ്റെ മക്കളുടെ പേര് പറഞ്ഞ് യാഗം കഴിച്ചു. ദേവാലയത്തിലേക്ക് മക്കളുമായിട്ട് കടന്നു വരുവാൻ ഈ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നമുക്ക് സാധിച്ചില്ലല്ലേ? വലിയ ദണ്ണമൊക്കെ നമ്മൾ പറയും. എന്നാൽ നമ്മളോടൊരു കർത്താവ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, 2-2.5 വർഷം ഞാൻ നിനക്ക് നൽകി, ദേവാലയത്തിൽ ഇത്രയും നാൾ വന്നു, നിന്റെ ഭവനത്തെ ദേവാലയമാക്കുവാൻ നിനക്ക് സാധിച്ചോ? നിന്റെ ഭവനത്തെ ദേവാലയമാക്കുവാൻ ഈ ദിവസങ്ങളിൽ നിനക്ക് സാധിച്ചോ? കൂടുതൽ ഉറക്കം, കൂടുതൽ മയക്കം, കൂടുതൽ സുഖം. അടുക്കളയിൽ നിന്ന് കുർബാന കേൾക്കാം, നല്ലതല്ലേ? നല്ലതല്ലേ? വരാന്തയിലിരുന്ന് നഖം വെട്ടിക്കൊണ്ട് കുർബാന കേൾക്കാം, വളരെ നല്ലതല്ലേ? കാറയിലിരുന്നുകൊണ്ട് കുർബാന സൗകര്യം കൂടിയതല്ലാതെ നിന്റെ ഭവനത്തെ ദേവാലയമാക്കാൻ നിനക്ക് സാധിച്ചോ? ഇയ്യോബ് തൻ്റെ ഭവനത്തെ ദേവാലയമാക്കി മാറ്റി. യഹോവയാം ദൈവത്തിൻ്റെ വായ് പറഞ്ഞു, എൻ്റെ ദാസനായ ഇയ്യോബ് എൻ്റെ സന്നിധിയിൽ നേരുള്ളവനാ. പിശാച് വീണ്ടും അവനെ പരീക്ഷിച്ചു, അവനെ എനിക്ക് വിട്ടുതരിക. കർത്താവ് അവനെ അവന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തു. ഒറ്റ ദിവസം കൊണ്ട് ഇയ്യോബ് വാതിക്കലിരിക്കുമ്പോൾ ദൂതൻ ഓടി വന്നിട്ട് പറയുകയാണ്, ശെബായർ നിന്റെ ആടുകളെ പിടിച്ചുകൊണ്ടുപോയി,
നിന്റെ ആടുകളോടൊപ്പം തന്നെ നിനക്കുള്ള സകല സമ്പത്തിനെയും കഴുതകളെയും പിടിച്ചോണ്ട് പോയി. അത് കേട്ട് ഇരിക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ തീ ഇറങ്ങി വന്ന് നിന്റെ കാളകളെയും വേലക്കാരെയും പിടിച്ചോണ്ട് പോയി. മൂന്നാമത് വീണ്ടും പറയാണ്, കൽദയർ നിന്റെ ഒട്ടകങ്ങളെയും വേലക്കാരെയും കൊണ്ടുപോയി. നാലാമത്തെ ദൂതൻ ഓടി വന്നിട്ട് പറയാ, ഒരു കൊടുങ്കാറ്റ് വന്ന് നിന്റെ മക്കളെയും കളഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ നഷ്ടപ്പെട്ടവനായി യോബ്. നമ്മളെപ്പോലെ ബോധം കെട്ട് ഡിപ്രഷൻ അടിച്ചില്ല, മറിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയിട്ട് കൈ ഉയർത്തി പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു. ഇത് നമ്മൾ പറയും എപ്പോഴാണെന്നറിയാമോ? മറ്റുള്ളവരുടെ വീട്ടിൽ എന്തെങ്കിലും അപകടങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പറയും, കർത്താവ് തന്നു, കർത്താവ് എടുത്തു. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളിൽ അത് പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അതിനുശേഷം യഹോവയാം ദൈവം ചോദിച്ചു, സാത്താനെ നീ കണ്ടില്ലേ? നീ അവനെ എന്നിലേക്ക് ഏൽപ്പിച്ചു തരിക, അവന്റെ ശരീരത്തെ എനിക്ക് ഏൽപ്പിച്ചു തരാ. 2-ാം അധ്യായത്തിൽ ദേഹം മുഴുവൻ ചൊറിഞ്ഞുണങ്ങി പൊട്ടിയിരിക്കുന്ന ഇയ്യോബിനെ നോക്കി ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? നീ എന്തിനാണ് നിന്റെ ദൈവത്തെ ഇങ്ങനെ വിളിക്കുന്നത്? ഭാര്യയോട് 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇയ്യോബ് പറയുന്ന ഒരു വാക്യമുണ്ട്, നീ എന്താ ഒരു പൊട്ടിയെ പോലെ, വേദപുസ്തകത്തിൽ ആ വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്, നീ എന്താണ് ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നത്? ദൈവത്തിൽ നിന്ന് നന്മകളെ സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് തിന്മകളെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ലയോ? നമ്മളോടാണ് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നത്, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മകളെ നിങ്ങൾ സ്വീകരിക്കുന്നില്ലേ? ഒന്നുമില്ലായ്മയിൽ ഇത്രത്തോളം ആയില്ലേ? ഒന്നുമില്ലായ്മയിൽ ഇത്രത്തോളം വളർന്നില്ലേ? ഭവനമില്ലേ, മക്കളില്ലേ, ജോലിയില്ലേ, ജീവിക്കാൻ മാർഗമില്ലേ? എന്നിട്ടും പലപ്പോഴും ഒരു പൊട്ടിയെ പോലെ, പൊട്ടനെ പോലെ ദൈവമില്ലെങ്കിൽ നമ്മൾ ആരാ? നമ്മൾ ആരാണ്? ദൈവം നമ്മളോട് കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ആരുമല്ല. അബ്രഹാം നമ്മളെ പഠിപ്പിക്കുക, ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ വിശ്വാസികളുടെ പിതാവായി. ദൈവം എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു പ്രതിമ പണിക്കാരൻ്റെ മകൻ മാത്രമാ. നോഹ നമ്മളോട് പറയാ, ദൈവം എന്നോട് കൂടെ ഇരുന്നപ്പോൾ തലമുറകളോളം സംരക്ഷിക്കപ്പെട്ട ഒരു പിതാവാ. ദൈവം എൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ലോകത്തിൻ്റെ മുൻപിൽ വെറുമൊരു ഭ്രാന്തനാ. യാക്കോബ് നമ്മളോട് പറയാ, ദൈവമുള്ളപ്പോൾ ഞാൻ ഇസ്രായേലാ, ദൈവമില്ലായിരുന്നെങ്കിൽ ഞാൻ വെറും ഒരു ചതിയൻ മാത്രമാ. യോസഫ് നമ്മളോട് പറയാ, ദൈവമില്ലായിരുന്നുവെങ്കിൽ ഞാൻ വെറും ഒരു സ്വപ്നക്കാരനായനെ, ദൈവമുണ്ടായപ്പോഴോ ഞാൻ മിസ്രയീമിന്റെ അധിപതിയായില്ലേ. ഏലിയാവ് നമ്മളോട് പറയാ, ദൈവമില്ലായിരുന്നുവെങ്കിൽ ഞാൻ വെറും നിരാശനാ, ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നിയെ ഞാൻ താഴേക്ക് ഇറക്കിയില്ലേ. മോശ നമ്മളോട് പറയാ, ദൈവമില്ല എങ്കിൽ ഞാൻ വെറും വിക്കനാ, ദൈവം എന്നോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ ദൈവത്തിന്റെ നാവാ. യോന നമ്മളോട് പറയാ, ദൈവമില്ലായിരുന്നെങ്കിൽ ഞാൻ വെറും അനുസരണം കെട്ടവനാ, എന്നാൽ ദൈവം എൻ്റെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ ദൈവത്തിനു വേണ്ടി എഴുന്നേറ്റവനാ. എസ്തർ നമ്മളോട് പറയാ, ദൈവം എന്നോട് കൂടെ ഇല്ലെങ്കിൽ ഞാനും ഒരു വെറും വിജാതീയ സ്ത്രീയാ, പക്ഷെ ദൈവം എന്നോട് കൂടെ ഇരുന്നപ്പോൾ രാജാവിന്റെ പൊൻചെങ്കോൽ എൻ്റെ മേൽ നീട്ടി. നമ്മളോട് ദാവീദ് പറയാ, ദൈവം എൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ അപ്പന് പോലും വേണ്ടാത്ത ഒരു പാവം ആട്ടിടയനാണ് ഞാൻ, എന്നാൽ ദൈവം എന്നോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ രാജാവായ ദാവീദാ. പത്രോസ് നമ്മളോട് പറയാ, ദൈവമില്ലായിരുന്നുവെങ്കിൽ ഞാൻ വെറും ഞാങ്ങണയും എടുത്തു ചട്ടക്കാരനുമാ. തോമസ് നമ്മളോട് പറയാണ്, ദൈവമില്ലായിരുന്നെങ്കിൽ ഞാൻ വെറും ഒരു സംശയക്കാരനാ. സക്കായി നമ്മളോട് പറയാ, ദൈവമില്ലായിരുന്നപ്പോൾ ഞാൻ വെറും ഒരു പിടിച്ചുപറിക്കാരനാ. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളോട് ചോദിക്കാം, ദൈവമില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആരാ? ഞാൻ വെറും ഒരു മണ്ണ. ഞാൻ വെറും മണ്ണാണ്. ദൈവമില്ല എങ്കിൽ അത് തലമുറയെ പഠിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. എൻ്റെ ഭവനത്തിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ്? കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ കാട്ടിത്തന്ന നല്ല മൂല്യങ്ങളെ എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥനയായി പകുത്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എൻ്റെ മക്കൾക്ക് മുൻപിൽ മാതൃകയാകുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ പാ നനയുന്നത് എൻ്റെ മക്കൾ കാണുന്നുണ്ടോ? വീണ്ടും കർത്താവ് നമ്മളോട് ചോദിക്കുക, ഉണങ്ങിയ അസ്ഥികൾ നിന്റെ കുടുംബ പ്രാർത്ഥനയാണോ? ചിട്ടയായ ഒരു കുടുംബ പ്രാർത്ഥന നടത്തുവാൻ 2 നേരം നിനക്ക് സാധിക്കുന്നുണ്ടോ? മക്കൾ ദൈവസന്നിധിയിൽ കുമ്പിടുവാൻ നീ ഒരു വഴി ഒരുക്കി കൊടുക്കുന്നുണ്ടോ? സന്ധ്യയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരു പായിലിരുന്ന് വർത്താനം പറഞ്ഞ് ആ പായിൽ തന്നെ കിടന്നുറങ്ങിയ കാലത്തിൽ നിന്ന് ഇന്ന് അതുപോലും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഏറ്റവും സൗകര്യമായിരിക്കുകയാണ്. നമ്മളെ ഏറ്റവും ആഗ്രഹിച്ചത് അത് തന്നെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം യഹോവ അതുപോലെ നൽകുകയും യഹോവ അതുപോലെ ക്ഷീണവും പ്രയാസവും ഒക്കെ മാറി കിടന്നുകൊണ്ടാണെങ്കിലും എന്ത് ചെയ്യാം? ഈ മെർലിൻ കൊച്ചമ്മ പോരാ, എന്നാ ഒരു അടുത്ത ആളെ കേൾക്കാം.
അവർ കുഴപ്പമില്ല, പക്ഷെ കുറച്ചുകൂടെ നല്ലത് വേറെ തപ്പിയാൽ കിട്ടും. ഇങ്ങനെ ഇരിക്കുകയല്ലാതെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു ഉണർവുണ്ടാകുവാൻ എൻ്റെ കുടുംബ പ്രാർത്ഥനയ്ക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ മക്കളോട് ചേർന്നിരുന്നുകൊണ്ട് കണ്ണുനീരോടുകൂടി പഴയത് ഓർത്തോർത്ത് മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം കനാൻ ദേശത്ത് ചെന്നപ്പോൾ യഹോവയാം ദൈവം മോശയിലൂടെ അരുളി ചെയ്തു, നീ നല്ല ദേശത്ത് ചെന്ന് കഴിയുമ്പോൾ നിന്റെ മക്കളോട്, നിന്റെ തലമുറയോട് നിന്റെ ദൈവം നിന്നെ നടത്തിയത് ഓർമ്മിപ്പിച്ചു കൊടുക്കണം. നമുക്ക് സാധിക്കുന്നുണ്ടോ? മക്കളെ, ഈ കാണുന്നതെല്ലാം വെറുതെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കർത്താവ് തന്നതല്ലാതെ ഒന്നുമില്ല എന്ന് പറയുവാൻ കുടുംബ പ്രാർത്ഥനകളെ പുനർജീവിപ്പിക്കണം. ഇറ്റ്സ് എ ടൈം ഓഫ് റിപ്പന്റൻസ്. അനുദപിച്ചില്ലെങ്കിൽ ഉറക്ക കരയേണ്ടി വരും. സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യം പറയാണ്, ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് വായ്ത്തല തേക്കാതിരുന്നാൽ അവൻ അതിനധികം ശക്തി പ്രയോഗിക്കും. ദൈവത്തിൻ്റെ കയ്യിലെ ഇരുമ്പായുധങ്ങളായ നമ്മെ തന്നെ, നമ്മുടെ ആത്മാവിന് മൂർച്ച വരുത്തുവാൻ വേണ്ടിയാണ് ഓരോ നോമ്പുകളും യാമങ്ങളും പ്രാർത്ഥനകളും പിതാക്കന്മാർ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം, കുടുംബ പ്രാർത്ഥനകളേക്കൊന്ന് ശോധന ചെയ്യാം. നമ്മുടെ ഒരു ദിവസത്തിൽ ഏറ്റവും ഷോർട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമാണ്? ശുദ്ധമുള്ള ഭാവ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്പീഡ്. മൂന്നാമത് ആരാധന. നമ്മൾ ഓരോ അച്ഛന്മാരുടെ ആരാധനയ്ക്ക് ടൈം വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആ സമയമാകുമ്പോൾ ഇങ്ങനെ വാച്ചിൽ നോക്കിക്കൊണ്ടിരിക്കും. കഴിഞ്ഞെങ്കിൽ നമുക്കങ്ങ്, നിങ്ങളെല്ലാവരും സമാധാനത്തോടെ പോവുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസം, നമുക്കുണ്ടാകുന്ന ഒരു സമാധാനം. എന്നാൽ വരും തലമുറയുടെ മുൻപിൽ യഥാർത്ഥത്തിൽ ക്രിസ്തീയ സമാധാനം കൊടുക്കണമെങ്കിൽ കണ്ണുനീരുകൊണ്ട് കർത്താവിൻ്റെ കാല് കഴുകിയേ മതിയാവൂ. കണ്ണുനീരുകൊണ്ട് ആ സ്ത്രീയെ പോലെ തമ്പുരാന്റെ കാല് കഴുകാൻ സാധിക്കുന്നില്ല എങ്കിൽ തലമുറകളെ ഓർത്ത് കരയേണ്ടി വരും, തലമുറകളെ ഓർത്ത് നെഞ്ചത്തടിക്കേണ്ടി വരും. ദൈവസന്നിധിയിൽ കണ്ണുനീരിനെ കരുത്താക്കി മാറ്റിയ പിതാക്കന്മാരുടെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന, അവരുടെ ആരാധന അനന്തര തലമുറയിലേക്ക് കൊടുക്കാതെ ഉണങ്ങിയ അസ്ഥികളായിട്ട് എവിടെയെങ്കിലും അലസതയുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദരായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. ആരാധനയിലും പ്രാർത്ഥനയിലും നോമ്പിലും ഉപവാസത്തിലും വെറുതെ ഭക്ഷ്യത്തെ മാത്രം നോമ്പേക്കുന്നവൻ നോമ്പ് അനുഷ്ഠിക്കുന്നവനല്ല എന്ന് ഓർക്കുക. നല്ലവണ്ണം നമസ്കരിക്കാനും പ്രാർത്ഥിപ്പാനും തലമുറയെ പഠിപ്പിക്കുന്ന പരാതിയില്ലാത്ത പ്രാർത്ഥനയാകണം നമ്മുടെ നോമ്പ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അടിമുതൽ മുടി വരെ മുറിവും ചതവും വെച്ചുകെട്ടും മാത്രം. നമ്മൾ എന്താ ചെയ്യുന്നത്? മുറിവിന്മേൽ വെച്ചുകെട്ടുകയാണ്. ആരും പഴുപ്പ് ഞെക്കിക്കളയുന്നില്ല, ആരും പഴുപ്പ് ദർശിക്കുന്നില്ല. നമ്മുടെ പഴുപ്പുകളെ, കുടുംബത്തിന്റെ പഴുപ്പ് കലഹമാണോ? കുടുംബത്തിന്റെ പഴുപ്പ് പരസ്പരമുള്ള സ്പർദ്ധയാണോ? കുടുംബത്തിന്റെ പഴുപ്പ് സ്നേഹമില്ലായ്മയാണോ? കുടുംബത്തിന്റെ പഴുപ്പ് പ്രാർത്ഥനയില്ലായ്മയാണോ? മക്കളിലേക്ക് അത് കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങൾ കാലക്രമേണ ദ്രവിച്ച് ഇല്ലാതെയാകും. വീണ്ടും പറയുകയാണ്, ദിശാബോധം നഷ്ടപ്പെട്ട ലോകത്തിൽ മൂല്യബോധത്തിന്റെ വഴി നമ്മുടെ പിതാക്കന്മാരെ പോലെ കൊടുക്കണം. ലോകം അതിവേഗത്തിലോടും. കടലിലെ മത്സ്യത്തെ നോക്കി പഠിക്കാനാണ് നമ്മളെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. കടലിലെ മത്സ്യത്തിന്റെ പ്രത്യേകത എന്താ? മത്സ്യങ്ങൾ ഉപ്പുവെള്ളത്തിലാണ് കിടക്കുന്നത്. പക്ഷെ ഉപ്പുവെള്ളത്തിൽ മുട്ടയിട്ട് വളർന്ന് ജനിച്ച് വളർന്ന് പാകപ്പെട്ടാലും ഈ മത്സ്യത്തിന്റെ മേളിൽ എന്ത് പിടിക്കുന്നില്ല? ഉപ്പ് പിടിക്കുന്നില്ല. ഈ ലോകം അതിവേഗത്തിൽ പല മ്ലേച്ഛതകളിൽ കൂടി പോകുമ്പോഴും നിനക്കൊരു ഉടയവനുണ്ട്, നിനക്കൊരു സൃഷ്ടാവുണ്ട്, നിനക്കൊരു നാഥനുണ്ട്. നിന്നെ നടത്തുവാൻ അവൻ മതിയായവനാണ്, അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന് ദിശാബോധം നഷ്ടപ്പെട്ട ലോകത്തില് പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ മൂല്യച്യുതിയുടെ മലവെള്ളപ്പാച്ചിലിൽ ഒരു തടശില പോലെ നിൽക്കുവാൻ മൂല്യബോധമുള്ള മാതാപിതാക്കൾ സഭയിലും സമൂഹത്തിലും ഉണ്ടാകണം. സഭയിലും സമൂഹത്തിലും മൂല്യബോധമുള്ള മാതാപിതാക്കൾ ഒരു തടശില പോലെ നിൽക്കണം. എന്നിട്ട് പലപ്പോഴും പലതും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? എനിക്ക് അന്നേരവേ അറിയായിരുന്നു അച്ഛാ, എനിക്കറിയാം ആരാ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. നമുക്ക് സംശയം ആരെയാ? നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്നവരെ, നമ്മുടെ ചേട്ടൻ്റെ ഭാര്യയെ, അനിയൻ്റെ ഭാര്യയെ, നമ്മുടെ കൂട്ടുകാരെ, ഇവരെയൊക്കെയാണ് നമുക്ക് സംശയം. പക്ഷെ ശരിക്കും നമ്മൾ ആരെയാ സംശയിക്കേണ്ടേ? നമ്മൾ നമ്മളെ തന്നെ സംശയിച്ചാൽ മതി. കാരണം ഇതൊന്നും ഇല്ലയോ ഉണ്ടോ ഒന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇതൊക്കെ ഏക്കാതിരിക്കാൻ എന്താ മാർഗമെന്ന് സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം പറയുന്നുണ്ട്. ആഭിചാരം യാക്കോബിനോ,
ലക്ഷണങ്ങൾ ഇസ്രായേലിൽ മേലോ ഏൽക്കുകയില്ല എന്ന്. ഇസ്രായേൽ ജനം പുതിയ ദേശത്തേക്ക് കാള പുല്ല് തിന്നുന്നത് പോലെ ഇരച്ചു കയറുകയാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. അത് കണ്ട് ഭയന്ന് ബാരാക്ക് ദൈവജനത്തെ നയിക്കുന്നവനായ ബിലയാമിനോട് ചോദിക്കുക, ഈ ജനത്തെ നശിപ്പിക്കുവാൻ ഞാൻ നിനക്ക് എന്തു നൽകണം? ബിലയാം പറഞ്ഞു, സാധ്യമല്ല, സാധ്യമല്ല, അത് സാധ്യമല്ല. വീണ്ടും ബാരാക്ക് ചോദിക്കുകയാണ്, ഇവർ ഈ ദേശം അവകാശപ്പെടുത്താതിരിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ബിലയാം മറുപടിയായിട്ട് പറയുകയാണ്, ഇത് ദൈവത്തിന്റെ ജനമാണ്. പുറത്തു നിന്ന് ഒരു ശക്തിക്കും ദൈവത്തിന്റെ ജനത്തെ നശിപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ അകത്തുനിന്ന്, അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകണം. അവർ തന്നെ നശിച്ചു പോയിക്കൊള്ളും. അവരുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്നതാണ് അവരെ നശിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലെ വഴിതെറ്റിന്, നമ്മുടെ തലമുറയുടെ വഴിതെറ്റിന് കാരണം പുറകോട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും. അതാണ് പലയിടത്തും ചെല്ലുമ്പോൾ പലരും പറയുന്നത്, കുടുംബപരമായിട്ട് ശാപം കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ആണി ആരായിരിക്കും? നമ്മൾ തന്നെയായിരിക്കും. ഇതിന്റെ മൂലാധാരം ആരായിരിക്കും? നമ്മൾ തന്നെയായിരിക്കും. യോഹന്നാന്റെ ജനനത്തിൽ യഹൂദ മലനാട്ടിലെ ജനം ചോദിച്ചു, ഈ പൈതൽ എന്തായിത്തീരും, ആരായിത്തീരും? പലപ്പോഴും നമ്മളും നമ്മുടെ മക്കളെ നോക്കി ചോദിക്കാറില്ലേ, ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇവൻ എങ്ങനെയായിത്തീരും? ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഈ പെങ്കൊച്ച് എങ്ങനെയായിത്തീരും എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? എന്നാൽ പുറത്തു നിന്ന് ഒരു ശക്തിക്കും നമ്മുടെ ഭവനത്തെ നശിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അകത്ത് നിന്ന്, നമ്മുടെ ഭവനത്തിനകത്ത് നിന്ന് തന്നെ പലപ്പോഴും നമ്മുടെ ഭവനത്തിന് നാശം വിതയ്ക്കാൻ നമ്മൾ തന്നെ കാരണമാകാറുണ്ട്. എന്താണ് അകത്തു നിന്ന് നമ്മളെ നശിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം? ഇഴയടുപ്പമില്ല നമ്മുടെ ബന്ധങ്ങൾ. ഇഴയടുപ്പമില്ലാത്ത നമ്മുടെ ബന്ധങ്ങൾ ദൈവസ്നേഹമല്ല, ദൈവസ്നേഹമല്ല. മോന് ഫസ്റ്റ് വാങ്ങിക്കാമെങ്കിൽ അപ്പ സൈക്കിള് വാങ്ങിച്ചു തരാം, കുഞ്ഞിലേ അങ്ങ് പറയും. അപ്പൊ അപ്പയോടുള്ള സ്നേഹം സൈക്കിളിനോടുള്ള സ്നേഹമാണ്. ഇഴയടുപ്പമുള്ള ബന്ധമുണ്ടാകണമെങ്കിൽ എനിക്കും എൻ്റെ കുഞ്ഞിനും ഇടയ്ക്കും ദൈവത്തിൻ്റെ ആത്മാവുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഭാഷ കലങ്ങിപ്പോകും. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചുംബികളായ മണിമാളികകൾ പണിതിട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കുന്നില്ല. കാരണം എന്താ? നമ്മൾ പറയുന്നത് പലതും അവർക്ക് മനസ്സിലാവുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം പറയുന്നത് പോലെ, ആകാശത്തോളം ഉയരത്തിൽ ഗോപുരം പണിയാൻ ദൈവത്തിന്റെ ജനം പദ്ധതിയിട്ടപ്പോൾ ഉയരത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ ഭവനത്തിൻ്റെ ഭാഷയെ കലക്കിക്കളഞ്ഞത് ഞങ്ങളുടെ എന്തുണങ്ങിയ സ്വഭാവമാണെങ്കിലും കർത്താവ് അതിനെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഈ നോമ്പിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നിന്ന് ഞങ്ങൾ അകന്നു പോയത് ഞങ്ങളുടെ ഭാഷ കലങ്ങിപ്പോകാൻ കാരണമായി. ഞങ്ങളുടെ ഭവനത്തിൽ പരസ്പരം മനസ്സിലാകുന്ന സ്നേഹത്തിൻ്റെ ഭാഷയെ പുനഃസ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കാം. 2, വഷളത്വം തിരിച്ചറിയണം. ഈ എസ്തേറിന്റെ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് അഹശ്വേരോസ് രാജാവിന്റെ പത്നിയായിരുന്നു, രാജ്ഞിയായിരുന്നു വസ്തി രാജ്ഞി അതിസുന്ദരിയായിരുന്നു. രാജാവ് മദ്യപിച്ച് ഉന്മത്തനായപ്പോൾ വസ്തി രാജ്ഞി വിശേഷ വസ്ത്രം ധരിച്ച് മഹത്തുക്കളുടെ ഇടയിലേക്ക് കടന്നു വരട്ടെ എന്ന് രാജാവ് ഉത്തരവിട്ടു. എന്നാൽ വസ്തി രാജ്ഞിയെ ഷണ്ണനി വിവരം അറിയിച്ചപ്പോൾ വസ്തി രാജ്ഞി മറുപടിയായിട്ട് പറഞ്ഞു, സൗകര്യപ്പെടത്തില്ല. അപ്പോൾ പലപ്പോഴും പലരും പറയാറുണ്ട്, ഭർത്താവിനോട് അനുസരണക്കേട് കാട്ടി. എന്നാൽ നമ്മുടേതായ ഒരു കാലഘട്ടത്തിൽ ചേർത്ത് വെച്ച് ചിന്തിച്ചു നോക്കുക. തൻ്റെ ഭർത്താവാണെങ്കിൽ പോലും ഈ ലോകത്തിന്റെ മുൻപിൽ തന്നെ ഒരു പ്രദർശന വസ്തു ആക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മുഖത്ത് നോക്കി സാധ്യമല്ല എന്ന് പറയുവാൻ ആത്മീയ മക്കൾക്ക് സാധിക്കണം. ഈ ലോകത്തിന്റെ പ്രദർശനങ്ങളുടെ കൂടെ ഈ ലോകത്തിൽ നമ്മുടെ മക്കളെ പ്രദർശിപ്പിച്ച് നമ്മളെ തന്നെ പ്രദർശിപ്പിക്കുന്നവരല്ല, മറിച്ച് ദൈവത്തിന് അനുയോജ്യമായ മുഖഭാവം, വഷളത്വത്തെ തിരിച്ചറിയുവാൻ നമ്മുടെ മക്കളെ നമുക്ക് പഠിപ്പിക്കണം. കാരണം എന്താണെന്നറിയോ? ഈ തലമുറയ്ക്ക് ഉല്ലാസ ഭ്രാന്ത് പിടിച്ചൊരു തലമുറയല്ലേ. എവിടെ ആഘോഷമുണ്ടോ? ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ കുർബാനയാണോ? ന്യൂ ഇയർ സെലിബ്രേഷൻ. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ജന്മദിന കുർബാന സ്വീകരിക്കലാണോ? അല്ല, സെലിബ്രേഷൻ. എല്ലാം എന്താണ്? സെലിബ്രേഷനാണ്. ഉല്ലാസഭ്രാന്ത്. നമുക്കറിയാമല്ലേ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, നമ്മളറിയാം കത്തോലിക്ക സഭയുടെ സെയിൻസിന്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പലരെയും വായിക്കാൻ പറ്റത്തില്ല. സെയിന്റ് ഫ്രാങ്ക്ലിൻ, സെയിന്റ് ഡോൺ ബോസ്കോ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ പേരുകളാ. അതിന്റെ കാരണം എന്തായിരുന്നെന്നറിയോ?
ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അനേക വിശുദ്ധർ ജീവിച്ചിരുന്ന നാടായിരുന്നു ആ ഇംഗ്ലീഷുകാരുടെ നാട്. എന്നാൽ ഇന്ന് അവിടുത്തെ പല ദേവാലയങ്ങളും ക്ലബ്ബുകളായും പബ്ബുകളായും സിനിമാശാലകളായും ഹോട്ടലുകളുമായൊക്കെ മാറിയെങ്കിൽ നമ്മേക്കാൾ മുൻപേ അവർക്ക് ഉല്ലാസഭ്രാന്ത് ബാധിച്ചിരുന്നു. വിശുദ്ധന്മാർക്ക് ജന്മം കൊടുത്ത നാടുകൾ പലതും ഇല്ലാതെ സോതോമായി മാറിയെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വരാൻ അതിന് വലിയ താമസമില്ല. കാരണം സെലിബ്രേഷന്റെ ഉല്ലാസഭ്രാന്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം പറയുന്നുണ്ട്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മുൻപാകെ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആയിത്തീരേണ്ടതിന് അവരുടെ മുൻപിൽ സകലവും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിക്കുവിൻ. അവരുടെ ഇടയിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവിൻ. എന്താ പറയുന്നത്? നമ്മൾ ഈ തലമുറയെ വിളിക്കുമല്ലോ വക്രതയും കോട്ടവുമുള്ള തലമുറയെന്ന്. അവരാരിൽ നിന്നാ ഉണ്ടായേ? നമുക്ക് നല്ല ഡോക്ടേഴ്സിനെ വേണം, നല്ല അഡ്വക്കേറ്റ്സിനെ വേണം, നല്ല അച്ഛന്മാരെ വേണം, നല്ല പൊളിറ്റീഷ്യൻസിനെ വേണം. പക്ഷെ ഇവരെല്ലാം ആരിൽ നിന്നുണ്ടാകണം? നമ്മളിൽ നിന്നുണ്ടാകണം. അതുകൊണ്ടാണ് ശ്ലീഹ പറയുന്നത്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മുൻപിൽ നിന്നയില്ലാത്തവരായിട്ട് ജീവിക്കണമെങ്കിൽ, പരമാർത്ഥികളായിട്ട് ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി തീരണം. എങ്ങനെ? സകലവും പിറുപിറുപ്പും വാദവും കൂടാതെ ഭവനത്തിൽ ചെയ്യണം. 2, ജീവന്റെ വചനം അവരുടെ മുൻപിൽ പ്രമാണിച്ച് ജീവിക്കണം. വചനം കേൾക്കുന്നവരല്ല, വചനം അനുസരിച്ച് ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുന്നവരായിരിക്കണം. ജ്യോതിസ് പോലെ, വിളക്ക് പോലെ പ്രകാശിക്കണം. പരിശുദ്ധനായ പാമ്പാടിൽ തിരുമേനിയുടെ കബറിടത്തിനോട് ചേർന്നാണ് നമ്മൾ നിൽക്കുന്നതല്ലേ? ഇന്നും നമ്മൾക്ക് വേണ്ടി സ്വർഗീയ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ദൈവത്തിനും നമുക്കും ഇടയ്ക്കിൽ എന്തായി നിൽക്കുന്നു? നമുക്ക് വേണ്ടി പ്രശോഭിക്കുന്ന, നമുക്ക് വേണ്ടി ശോഭിക്കുന്ന ഒരു നല്ല വിളക്കാകുന്നു. അതുപോലെ മക്കളുടെ മുൻപിൽ പ്രകാശം പരത്തുന്ന വിളക്കുകളാകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. വീണ്ടും സാമ്പത്തികമായ അച്ചടക്കം, മൂല്യച്യുതിയുടെ ലോകത്തില് ഒരു സാമ്പത്തിക അച്ചടക്കം പാലിച്ചില്ല എങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോകും. ഗേഹസിയെ പോലെ സമ്പത്തിന്റെ പുറകിൽ, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീശ നയമാനോട് വേണ്ട എന്ന് പറഞ്ഞ സമ്പത്ത് കൈനീട്ടി വാങ്ങി കുഷ്ഠരോഗം ചോദിച്ചു വാങ്ങിച്ച ഗേഹസിയെ പോലെ സമ്പത്തിനു വേണ്ടി നമ്മളെ സ്നേഹിക്കുന്ന മക്കൾ നമുക്കുണ്ടാകാതെ ഇരിക്കണമെങ്കിൽ നോമ്പിലൂടെ, ഉപവാസത്തിൽ കൂടെ ദിശാബോധം കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. വീണ്ടും സാഹോദര്യ ബന്ധം, നമ്മുടെ സാഹോദര്യ ബന്ധം നമുക്കറിയാം. കയീനോട് യഹോവയാൻ ദൈവം ചോദിക്കുന്നുണ്ട്, കയീൻ നീ എവിടെ? നിന്റെ സഹോദരൻ എവിടെ? നീ എവിടെ? ഇതെവിടെ നിന്നാ ചോദിക്കാൻ കാരണം? ആദാമിനോട് ചോദിക്കുന്നുണ്ട്, ആദാം നീ എവിടെ? ഞാൻ നിനക്ക് കൂട്ടായി തന്നവൾ എവിടെ? ചരിത്രം ആവർത്തിക്കുകയാണ്. കയീൻ നീ എവിടെ? നിന്റെ സഹോദരൻ എവിടെ? നമ്മളോട് കർത്താവ് ചോദിക്കുന്നത് തലമുറയിൽ ആവർത്തിക്കപ്പെടും. ദൈവസന്നിധിയിൽ അവർ മറച്ചു വെച്ചു അവരുടെ തെറ്റ്, നല്ലതിനെ കയീൻ മറച്ചു വെച്ചു. അനന്തര തലമുറയിൽ നമ്മുടെ തനി ആവർത്തനമായിരിക്കും നമ്മുടെ തലമുറ, നമ്മുടെ തനി ആവർത്തനമായിരിക്കും. സഹോദരൻ എവിടെയെന്ന് മക്കളുടെ മുൻപിൽ കാട്ടിക്കൊടുക്കണം. എന്നെ ദുഷിക്കുന്ന, എന്നെ പഴിക്കുന്ന, എന്നെ നിന്ദിക്കുന്ന സഹോദരനെ ഈ നോമ്പുകാലത്തിൽ എനിക്ക് സ്നേഹിക്കാൻ, അവനോടൊന്ന് രമ്യപ്പെടുവാൻ എനിക്ക് സാധിക്കുന്നുവെങ്കിൽ എൻ്റെ മക്കളുടെ മുൻപിൽ ഞാൻ ജ്യോതിസ് പോലെ പ്രകാശിക്കുന്നവനാ. ഞാൻ എൻ്റെ സഹോദരന് മുൻപിൽ താഴുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ലോകത്തിന്റെ മുൻപിൽ ഞാൻ ഭോഷനാകുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ ശ്രേഷ്ഠനായി തീരുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ നമുക്ക് ശ്രേഷ്ഠന്മാരായി തീരുവാൻ ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കണം. അതിന് പിതാക്കന്മാരുടെ വഴികളെ നമുക്ക് തിരഞ്ഞെടുക്കാം. പിതാക്കന്മാർ നമ്മളോട് പറയുകയാണ്, ഈ വഴി തിരഞ്ഞെടുത്തുകൊള്ളുക, നല്ല വഴി ഏത് എന്ന് നോക്കിക്കൊള്ളുക, അത് ചോദിച്ചു കൊള്ളുക, അതിൽ കൂടി നടന്ന് തലമുറയുടെ മുൻപിൽ മാതൃകയാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ആയതിന് ഒന്നാമതായി ഞാനിൽ നിന്ന് ഞങ്ങളിലേക്കുള്ള വഴി നമുക്ക് നിർമ്മിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ എന്ന് പറയുന്ന ആത്മീയതയിൽ നിന്ന് ഞങ്ങളുടേതെന്ന് പറയുന്ന ആത്മീയതയിലേക്ക് പോകാം. നാവിനെ ഒന്ന് മുറിക്കാം, ഹൃദയത്തെ ഒന്ന് മുറിക്കാം, നമ്മുടെ ജീവിത രീതികളെ ഒന്ന് മുറിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ ഒന്ന് തീർത്ത് ക്രിസ്തുവിൻ്റെ ഇഷ്ടമാക്കി ദൈവസന്നിധിയിൽ പിടിച്ചു വാങ്ങുന്നവരല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി എൻ്റെ ഇഷ്ടത്തെ മുറിക്കുവാൻ ഞാൻ ഇല്ലാതെയാകണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ
എൻ്റെ സ്വഭാവങ്ങൾ ഇല്ലാതെയാക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാം. 2, ആയതിന് വചനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ക്രിസ്തുവാകുന്ന വചനം എന്നിൽ വ്യാപരിക്കണമേ. അതെൻ്റെ തലമുറയ്ക്ക് അവകാശമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 3, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കണ്ണുനീരിനെ കരുത്താക്കി മാറ്റിയ എൻ്റെ പിതാക്കന്മാരെ പോലെ ഏത് കണ്ണുനീരിൻ്റെ അവസ്ഥയിലും ഇയ്യോബ് പറഞ്ഞതുപോലെ എൻ്റെ ദൈവത്തിന് സകലവും സാധിക്കുമെന്നും എൻ്റെ ദൈവത്താൽ സാധ്യമാകാത്തതൊന്നുമില്ല എന്നും ഞാൻ അറിയുന്നു എന്ന് ഇയ്യോബ് 42-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഏതു കണ്ണുനീരിലും കർത്താവ് നിന്നോട് കൂടെയുണ്ട് മക്കളെ എന്ന് പറയുന്ന ആ ഒരു നല്ല ധൈര്യം മാതാപിതാക്കൾക്ക് കുടുംബ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കഷ്ടത്തിന്റെ അപ്പം തിന്നാലും ഞെരുക്കത്തിന്റെ വെള്ളം കുടിച്ചാലും എൻ്റെ കണ്ണുപദേഷ്ടാവിനെ നോക്കിക്കൊണ്ടിരിക്കും. ഇടത്തോട്ടോ വലത്തോട്ടോ പോകണമെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം മക്കളെ അങ്ങനെ പറഞ്ഞു ധൈര്യപ്പെടുത്തുവാൻ, ക്രിസ്തുവിൽ വളർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോഴാണ് ഉണങ്ങിയ അവസ്ഥകൾ നമ്മുടെ തലമുറയിൽ നിന്ന് മാറ്റപ്പെടുന്നത്. അവസാനമായി ദിശാബോധം നഷ്ടപ്പെട്ട തലമുറയുടെ മുൻപിൽ മൂല്യബോധമുള്ളവരായി, മൂല്യബോധം പകർന്നു കൊടുക്കുന്നവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കേട്ടിട്ട് മടങ്ങിപ്പോകുന്നവരല്ല. ഇറ്റ്സ് എ ടൈം ഓഫ് റിപ്പൻറ്റൻസ്. നമുക്ക് തന്നെ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് വരാം. കർത്താവെ, അറിഞ്ഞും അറിയാതെയും എത്രയോ കാലങ്ങളായിട്ട് നീ തന്ന പല അനുഗ്രഹങ്ങളെയും അറിയാതെ എന്നിലെ ഞാൻ എന്ന ഭാവത്തിൽ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഇറ്റ്സ് ടൈം ഓഫ് റിപ്പൻറ്റൻസ്. ഞാൻ അനുദപിക്കുന്നു, ഞാൻ അനുദപിക്കുന്നു, ഞാൻ അനുദപിക്കുന്നു എന്ന് പറയുവാൻ, പാപിയാണെന്ന് സമ്മതിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇറ്റ്സ് എ ടൈം ഓഫ് എ റിന്യൂവൽ. ഒന്ന് പുതുക്കുവാൻ, നമ്മെ തന്നെ ഒന്ന് പുതുക്കുവാൻ, നമ്മെ തന്നെ ഒന്ന് പുനർപ്രതിഷ്ഠിക്കുവാൻ. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയല്ല, ഞാൻ ആകേണ്ട അവസ്ഥയിലേക്ക് കർത്താവെ എന്നെ വളർത്തണമേ. കാരണം എന്താണ്? യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, ഞാനോ നിന്നെ ദത്തെടുത്തു, ജാതികൾക്ക് നൽകാനിരുന്ന അതിഭംഗിയുള്ള ദേശം ഞാൻ നിനക്ക് നൽകി. നീ എന്നെ എൻ്റെ പിതാവേ എന്നൊന്ന് വിളിക്കുമെന്നും നീ എന്നെ വിട്ടുമാറുകയില്ല എന്നും ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇസ്രായേലേ, നീ എന്നെ വിട്ട് പരസംഗം ചെയ്തു. ദൈവത്തിൽ നിന്ന് വിട്ടുമാറാത്തൊരു തലമുറയുണ്ടാകുവാൻ ഇറ്റ്സ് എ ടൈം ഓഫ് റിന്യൂവൽ. ഒന്ന് പുതുക്കാം, റീഡെഡിക്കേറ്റ് ചെയ്യാം. നമ്മളെ തന്നെ ഒന്ന് നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മളുടെ ഉണങ്ങിയ അവസ്ഥകളെ ദൈവസന്നിധിയിൽ വെച്ച് ഒരു പുതുക്കം, ഒരു രൂപാന്തരം പ്രാപിച്ച് പ്രാർത്ഥനയും ഉപവാസവുമാകുന്ന 2 ചിറകുകൾ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് പറന്നുയർന്ന് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ തടസ്സമായി നിൽക്കുന്ന സകലത്തെയും കർത്താവ് എടുത്തു മാറ്റി നിന്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ.